സ്നേഹം നിറഞ്ഞ മാന്യപ്രേക്ഷകർക്ക് ഉയരങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ചേർത്തലക്ക് പോകുന്ന വഴിയുള്ള എരമല്ലൂർ എന്ന സ്ഥലത്താണ്. എരമല്ലൂർ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്, വിസ്മയ കളക്ഷൻസ്. ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പാണിത്. അതിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ ബഷീറിനെയാണ് നമ്മളിന്ന് ഉയരങ്ങൾ എന്ന പരിപാടിയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഇത്ര നാളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ് മൂലം ഇതുപോലത്തെ ഒരു വലിയ സ്ഥാപനമാണ് അദ്ദേഹം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭത്തിനെക്കുറിച്ച് തൽക്കാലം ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എത്ര നാളായി വിസ്മയ കളക്ഷൻ എന്ന് പറയുന്ന സ്ഥാപനം എരമല്ലൂർ തുടങ്ങിയിട്ട്? ഞാൻ ഉദ്ദേശം പറയുകയാണെങ്കിൽ 4 വർഷത്തോളമായി. ഓക്കെ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ്റെ വിദ്യാഭ്യാസം എല്ലാം എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു അതോ ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണോ എരമല്ലൂർ? അല്ല, ഞാൻ ഇവിടെ സ്ഥിര താമസക്കാരനാണ്. ചന്ദ്രൂർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഓക്കെ. വിദ്യാഭ്യാസ ശേഷം ചേട്ടൻ്റെ കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസ ശേഷം ആദ്യമായിട്ട് സ്വയം തൊഴിൽ ഏത് ജോലിയിലായിരുന്നു ആദ്യമായിട്ട് പോയത്? ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടീ ഷോപ്പാണ് നടത്തിയിരുന്നത്. ഓക്കെ. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ NH തന്നെയാണോ അതോ വേറെ? ഈ NH റോഡിൽ തന്നെ ഒരു സ്ഥാപനം വാഴക്കെടുത്ത് നടത്തിയിരുന്നു. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗാർമെൻറ്റ്സ് ഇതിലേക്ക്, ഈ ടീ ഷോപ്പും രണ്ട് ഫീൽഡാണ്, രണ്ട് പോലത്തെ ബിസിനസ് ചെയ്യേണ്ട അതാണ്, എന്താ ഇതിലേക്ക് തിരിയാണ്ട ഒരു കാരണം എന്താണ്? ആരെങ്കിലും പ്രേരണ വല്ലതുണ്ടോ? ഇല്ല, എനിക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അത് ആ ഫീൽഡുമായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ആരുടെയും പ്രേരണ മൂലമല്ല, ഞാൻ തന്നെ അതിലേക്ക് വന്നു പെട്ടതാണ്. എവിടെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ സംരംഭമായി ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് തുടങ്ങിയത്? ശരിക്കും ഞാൻ തുടങ്ങിയത് എറണാകുളം ഫുട്പാത്തിൽ നിന്നാണ്. ഓക്കെ. അതിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഇതാണോ എങ്ങനെയാണ് അത്? ഇവിടെ നിന്ന് അവിടെ ഇന്നത്തെ ഒരു കാലഘട്ടമല്ല. എനിക്ക് തോന്നുന്നു ചേട്ടൻ തുടങ്ങുന്ന സമയത്ത് ആ ചന്ദ്രൂരിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് വന്ന് തുടങ്ങാനുണ്ടായ ആരുടെയെങ്കിലും കൂടെ സഹായമോ പ്രേരണയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രേരണ അങ്ങനെ ഉണ്ടായില്ല. അതങ്ങനെ ഒരു സിമ്പിളായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശാനില്ലാതെ കണ്ട് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ്. ഓക്കെ. അങ്ങനെ ഒരു ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു ചേട്ടൻ്റെ മെറ്റീരിയൽസ്? ആൺകുട്ടികളുടെ ഐറ്റംസ് മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് ബാബാ സെറ്റ്, ജീൻസ്, ഷർട്ട്, ആ ഐറ്റത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ട് എറണാകുളം എന്ന് പറയുമ്പോൾ പലതരം ക്രൗഡുകൾ വരുന്നൊരു ഇതാണ്. ഏതെല്ലാം സമയത്താണ് ആ ബിസിനസ് പുഷ്ടിപ്പെടുന്നത്? ഏതെല്ലാം മാസങ്ങളിലാണ് ബിസിനസ് പുഷ്ടിപ്പെടാന്ന് പറഞ്ഞാൽ എറണാകുളത്തെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആളുണ്ടായിരിക്കും. വൈകുന്നേര സമയത്താണ് കൂടുതൽ ക്രൗഡ് ഉണ്ടാകുക. അതായത് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട്, ചിൽഡ്രൻസ് പാർക്കിൽ വരുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ഉണ്ടാവും. അന്ന് എവിടെ നിന്നൊക്കെയായിരുന്നു ഈ തൊട്ടടുത്ത കടകളിൽ നിന്നായിരുന്നു ഇതെല്ലാം വാങ്ങിച്ചത്? അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ഒരു ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടും എന്നുള്ളതൊക്കെ ആരാണ് ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കിയത്? അത് നമ്മളുടെ കൂടെയുള്ള കച്ചവടക്കാർ തന്നെ പോകുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ദൂരെ പോയി പർച്ചേസ് ചെയ്യാൻ. അതായത് കൽക്കട്ട, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്തത്. അന്ന് തന്നെ പോകുമായിരുന്നു? അന്ന് പോകുമായിരുന്നു. അപ്പോൾ എങ്ങനെ എത്ര ദിവസം യാത്രയായിരിക്കും അവിടെ പോയി വരുന്നതും എല്ലാം? അത് നമുക്ക് ഒരു 10 ദിവസത്തെ യാത്ര ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ ഇതെല്ലാം ട്രെയിനിലാണോ നിങ്ങൾ ട്രെയിനിലാണ് ബുക്ക് കൊണ്ടുവരുന്നത്? അതിനുശേഷം ഇവിടെ എത്ര നാളാണ് ഈ 10 ദിവസം കൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വരുന്ന മെറ്റീരിയൽസുകൾ എത്ര ദിവസം നമുക്ക് ഇത് ഇവിടെ വിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ കഴിയും? കാരണം അന്നാലും കൂടെ സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്ത് 10 ദിവസം മാറി നിൽക്കുന്നു, ചെയ്യുന്ന കച്ചവടമാണ് ചേട്ടൻ ഫുട്പാത്ത് ആ ഏരിയയിലാണ്, ഫാഷൻ സ്ട്രീറ്റ്, എന്തൊരു പേരുണ്ടെന്ന് തോന്നുന്നു അതിന്.
മ്യൂസിയം ബസാർ. മ്യൂസിയം ബസാർ. ഈ മ്യൂസിയം ബസാർ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കട അടച്ചിടുമായിരുന്നോ? അല്ല, അതിന് നമുക്ക് ഹെൽപ്പിന് ആളുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് പോയി വരുമ്പോൾ ഈ 10 ദിവസത്തെ ഗ്യാപ്പ്, അതിനുശേഷം ഈ മെറ്റീരിയൽ എത്ര മാസത്തൊക്കെ ഉണ്ടാകാറുണ്ട്? ഒരു മാസത്തൊക്കെ ഉണ്ടാവും. ഒരു മാസത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെയ്തെല്ലാം കാര്യങ്ങളിലായിരുന്നു. ഏതെല്ലാം ഉടുപ്പുകളാണ്? കൊച്ചുകുട്ടികളുടെയാണോ? നമ്മളത് അന്നേരത്തെ സാമ്പത്തികത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് നമ്മളെല്ലാം കൈകാര്യം ചെയ്തിരുന്നില്ല. കൂടുതലും കൊച്ചു പിള്ളേരുടെ ബാബ സെറ്റ്, ചെറിയ ജീൻസ്, ആ ഐറ്റത്തിലായിരുന്നു ശ്രദ്ധ ചെലുത്തിയിരുന്നത്.